നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഒരു നല്ല കഥ കിട്ടിയാൽ അന്ന് ഇതിനെ ഒന്ന് നോക്കാമല്ലോ എന്ന് തോന്നുന്ന അങ്ങ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിയും. അതാണ് എൻ്റെ ഒരു അങ്ങനെയാണ് 40 വർഷത്തിന് ഞാൻ എൻ്റെ 21 22 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇട്ടറിഞ്ഞു പോകാൻ സിനിമയുടെ പ്രൊഡക്ഷന് പറ്റുന്നില്ല. അതൊരു ഫാക്റ്റ്. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു നല്ല പടം എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഈ ഉണ്ണിവാവ് എഴുതുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കൈതപ്പുറം കൈതപ്പുറം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ വെച്ചാൽ എനിക്കൊരു ദൈവിക ശക്തി തോന്നുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു എഴുതി കഴിഞ്ഞപ്പോൾ. പണ്ടല്ലേ ഒരു സിനിമ എടുത്താൽ പാട്ട് നന്നാകണം, അതിനൊരു പെയിൻ കൊടുത്ത് ശ്രദ്ധിച്ച് ഒരു നല്ല പാട്ടുണ്ടാക്കണമെന്ന് ഒരു മോഹം എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. എനിക്ക് സ്റ്റോറി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിൽ കുറച്ച് ശ്രദ്ധിക്കുകയും സമയമെടുക്കുകയൊക്കെ. ഒരെണ്ണം ഇത് കൊള്ളാമല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അതിനി എങ്ങനെയെങ്കിലും സിനിമ ആക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. നാൽപ്പത് വർഷത്തെ അനുഭവ പരിചയമുള്ള മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസറാണ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങളുമായി എനിക്കൊപ്പം. ഔസേപ്പച്ചൻ വാളക്കുഴി. ഔസേപ്പച്ചനെങ്കിൽ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്, ആദ്യമേ അത് പറയട്ടെ. കുറച്ച് സമയമായിട്ട് പിന്നെ സിനിമ ഒരു വല്ലാത്ത ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. സംഘടനയുടെ ഭാരവാഹികളിൽ ഒരാളാണ്. എന്നിട്ട് പോലും ഒരു സമയം കണ്ടെത്തി ഇവിടെ ഞങ്ങളുടെ കൂടെ ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ചോദിക്കാൻ തോന്നുന്നൊരു കാര്യം, 40 വർഷം എന്ന് പറയുമ്പോൾ പോലും അത്രയും എളുപ്പമല്ല. അത്രയും കാലം ഒരു മേഖലയിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര പോലും എളുപ്പമല്ല. എന്നിട്ട് നിങ്ങളെപ്പോലെ വളരെ കുറച്ച് പേര് ഇതിലിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. നമ്മളിന്നിവിടെ ഇരിക്കുന്നു. അപ്പം ഏത് പോയിന്റിൽ നിന്നായിരിക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുക? ശരിയാണത്. അതിനൊരു സത്യത്തിൽ ഇതൊരു പാഷൻ തന്നെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇട്ടറിഞ്ഞു പോകാൻ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഒന്നും പറ്റുന്നില്ല. അതൊരു ഫാക്റ്റ്. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു നല്ല പടം എടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളും. ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വേറൊരു പടം, അല്ല 1 വർഷത്തിനാകുമ്പോൾ വേറൊരു പടം, അങ്ങനെയൊന്നുമില്ല. ഒത്തുവന്നെന്ന് എനിക്ക് തോന്നിച്ചാൽ മാത്രമേ ഒരു പടത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. പ്രത്യേകിച്ചും കഥയില്ല, സ്റ്റോറി ഒരു മെയിൻ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ. അപ്പോൾ ഒരു നല്ല കഥ കിട്ടിയാൽ അന്ന് ഇതിനെ ഒന്ന് നോക്കാമല്ലോ എന്ന് തോന്നുന്ന അങ്ങ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിയും. അതാണ് എൻ്റെ ഒരു അങ്ങനെയാണ് 40 വർഷത്തിന് ഞാൻ എൻ്റെ 21 22 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഇത്രയും കാലം നിന്ന ആളുകളും നിങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അല്ലേ? സിയാദൊക്കെ ഉണ്ട്, സിയാദുണ്ട്, സുരേഷ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്. പിന്നെ ഞങ്ങളെക്കാളും ഒരു 2-3 വർഷമെന്ന് തോന്നുന്നു മുമ്പ് വന്ന് നമ്മുടെ കാച്ചപ്പള്ളി, പുള്ളി അത് ഇന്നും പിടിക്കുന്നുണ്ട് സിനിമ. അന്നൊക്കെ ഇന്നസെൻ്റ് ചേട്ടനുമായിട്ട് പാർട്ണറായി നിൽക്കുമ്പോൾ ഞാനൊക്കെ അവരുടെ സിനിമ വരുമ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് ഈ ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരിലൊരു പടം വരിക, അത് നമ്മൾ കാത്തിരിക്കുക. പണ്ട് കുഞ്ചാക്കോയുടെ ഒരു പടം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുക, അല്ല നവോദയയുടെ പടം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആകണമെന്ന് പണ്ട് പോലെ ഉള്ളൊരു, അങ്ങനെയൊന്നും അല്ലെങ്കിൽ നമ്മുടെ സിനിമ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു ആഗ്രഹം മാത്രമാണോ ഈ ഒരു മേഖലയിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലിന് കാരണം? അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? അതുകൊണ്ട് ഘടകമെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന്മാരുടെ കൂട്ടുകാരനാണ് ഈ ഫാസിൽ, ഞങ്ങൾ പാച്ചിന്ന് വിളിക്കുന്നത്. അത് അയൽവക്കമാണല്ലോ അപ്പുറത്തെ. ഇപ്പോഴും നമ്മളവിടെ ആലപ്പുഴയിൽ ഒരു മതില അപ്പുറം ഇപ്പുറവും. അപ്പം അന്ന് പാച്ചിയൊക്കെ ഈ നെടുമുടി വേണു ഇവരൊക്കെ ഇന്നത്തെ നമ്മുടെ സിദ്ദിഖ് ലാൽമാരെ പോലെ ഒരു കട്ടിലിൽ പാച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ വൈകിട്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടും. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കുഞ്ചാക്കോയുടെ വീട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചാക്കോച്ചൻ്റെ അപ്പൻ ബോബച്ചൻ ഞങ്ങൾ വരിക, അതൊക്കെ ഇവരുടെയൊക്കെ ഒരു ഗാങ്ങ. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഒത്തുകൂടൽ. അപ്പം അതൊക്കെ കണ്ടാണ് ഞാൻ ഇവരുടെ പറച്ചിലും ഇവരുടെ കോമഡികളും വേണുവിൻ്റെയും പാച്ചിയുടെയൊക്കെ കോമഡികളും ഒക്കെ കേട്ട് അങ്ങനെയാണ് സിനിമയോടുള്ളൊരു
കുഞ്ചാക്കോയുടെ വീട് നേരെ ഓപ്പോസിറ്റ്. അവരുടെ പടം റിലീസ് ആകുമ്പോഴത്തേക്ക് പാട്ട് വണ്ടി വരും, ചെണ്ട അന്നൊക്കെ ഇതൊക്കെ കണ്ട് അതിനോട് ഇഷ്ടം കൂടി കൊച്ചില്ലേ മുതലേ. പിന്നെ അതിന് അടുത്ത സ്റ്റേജ് വന്നത് ഞാൻ CAക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നവോദയ, അത് ജിജോ ജോസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് CAക്ക് പഠിച്ചത്. അപ്പം ഞാൻ CAക്കൊക്കെ ഞങ്ങളെ ഓഡിറ്റിങ്ങിന് വിടും. അപ്പോൾ ഓഡിറ്റിങ്ങിന് വിടുമ്പോഴത്തേക്ക് നവോദയയിലാണ് ഓഡിറ്റിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഇരിക്കും, തീർക്കത്തില്ല. അവിടെ 5-6 മാസം അങ്ങ് ഇരിക്കും, ഈ ജോസും ജിജോയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയും ഈ സിനിമാ സംസാരങ്ങളാണല്ലോ. അവരും ഈ പരീക്ഷണ പടങ്ങൾ, പുതുമുഖങ്ങളെ വെച്ചുള്ള പടങ്ങൾ ചെയ്യുന്ന ഒരു താല്പര്യമുള്ളവരാ കൂട്ടത്തിൽ. അതുമൊക്കെ എന്നെ കുറേ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ പടങ്ങൾ എടുക്കുകയും നല്ല പാട്ട് വേണം അല്ല അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആഗ്രഹിച്ച് സംഭവിച്ചതാണോ അതോ ഒരു ആക്സിഡൻ്റലി അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വരുമായിരുന്നോ? അത് എങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ ഇവാന്യൂസിലൊക്കെ ഡിഗ്രിയൊക്കെ പഠിച്ച് തിരിച്ചു വരുമ്പോൾ വാച്ചിയെടുത്താണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വാച്ചി പറയും, ഔസിപ്പി ഇത് നമുക്ക് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഔസിപ്പി വിചാരിക്കുന്ന പോലൊന്നുമല്ല, അതൊരു വേറൊരു അതിന് പരസ്യം. എന്നാലും ഞാൻ ഒരുമാതിരി മുറുക്കി പുള്ളി അങ്ങനെ പുള്ളി ചാടിയതാണ്. അപ്പോൾ പുള്ളിയും ഇതിനകത്ത് ഞങ്ങൾ ഒരുമിച്ചല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ പുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ശക്തിയുണ്ട്. അങ്ങനെ അത് വന്ന് ആദ്യത്തെ പടം അറിയാം, നോക്കത്ത കാണുന്നത്, അത് കയറി ക്ലിക്കായി, നല്ല ഭയങ്കര പേര് സമ്പാദിച്ചല്ലോ. ആ സമയത്ത് അതൊന്ന് പരാജയപ്പെട്ടിരുന്നത് ഞാൻ എൻ്റെ ചേട്ടന്മാരുടെ കൂട്ടത്തിൽ ഗൾഫിലായേനെ ഉറപ്പാണ്. അത് വിജയിച്ചതാണ് ഇങ്ങനെ ഇപ്പോൾ തുടരാൻ കാര്യം. ഇപ്പം അന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ പാട്ടുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഒന്ന് അതിൽ പുതുമുഖമുണ്ട്, അതൊരു കാര്യം. പിന്നെ പാട്ട് എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഇന്ന് തലമുറകൾ മാറി, എത്ര തലമുറകൾ മാറി, പക്ഷെ ഇന്ന് സിനിമാ തലമുറയും കൂടെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറ പോലും സിനിമയിൽ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നു. അതേപോലെ ഇപ്പോൾ എന്നാളും കൂടി ഇപ്പോൾ വീണ്ടും അങ്കിളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകളുടെ പേരിലും വൈറലാവുന്ന ഒരാളാണല്ലോ. ഇപ്പോഴാണ് റീസെൻ്റായിട്ട് രൺബീർ കപൂർ മകൾക്ക് വേണ്ടിയിട്ട് ഉണ്ണി വാവാവോ പഠിച്ച് പാടുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. പിന്നെ അഡാർ ലവ് പോലത്തെ ഒരു സിനിമയിലെ പാട്ടുകൾ, ഇങ്ങനെ പലതരം പറയുകയാണെങ്കിൽ ഒരുപാട് എല്ലാ സിനിമകളിലും പാട്ടുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു പ്രാധാന്യം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് ഇപ്പോൾ ഫാസിൽ സാറിനൊക്കെ പോലുള്ളവരുള്ളതുകൊണ്ട് അങ്ങനെ വന്നു പോകുന്നതാണോ, അതോ നിങ്ങളുടെ ഒരു ഇങ്ങനെ വേണമെന്നുള്ള നിങ്ങളുടെ ഒരു എഫേർട്ടാണോ, എങ്ങനെയാണത്? ആക്ച്വലി എനിക്ക് അതൊരു പാട്ടിനോട് ഇത്തിരി ഒരു കമ്പമുണ്ട്. അപ്പം അതും കിട്ടിയത് ഈ ഉദയ കുടുംബത്തിൽ നിന്നൊക്കെയാണ്. പുള്ളിയുടെ കുഞ്ചാക്കോയുടെ പാട്ട് സിനിമ വരുന്നത് അതിനകത്തൊരു പാട്ട് കാണും. ഇതൊക്കെ കേട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ പണ്ട് പോലെ ഒരു സിനിമ എടുത്താൽ പാട്ട് നന്നാകണം, അതിനൊരു പെയിൻ കൊടുത്ത് ശ്രദ്ധിച്ച് ഒരു നല്ല പാട്ടുണ്ടാക്കണമെന്ന് ഒരു മോഹം എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. പിന്നെ ഇത് ഉണ്ടായി വരുന്നതാണ് അല്ലേ, ഇത് ഓരോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഉണ്ടായി വരുന്നത്. പക്ഷേ ഈ ഓരോന്നിനും അതിൻ്റെ പറയാൻ കാര്യം, ഈ ഇപ്പോൾ ഉണ്ണി വാവാവോ പിന്നെ ഇപ്പോൾ 33 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അന്ന് ജനിച്ച പിള്ളേരൊക്കെ ഇന്ന് 33 വയസ്സായി. ഈ ഉണ്ണിവാവോ എഴുതുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ആലുവ പാലസിൽ വെച്ചായിരുന്നേ. അപ്പോൾ കൈതപ്പുറം കൈതപ്പുറം എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയാണ്. കൈതപ്പുറം പറഞ്ഞു, പിന്നെ എനിക്കൊരു ദൈവിക ശക്തി തോന്നുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നു എഴുതി കഴിഞ്ഞപ്പോൾ. അന്ന് പുള്ളി അങ്ങനെ പറഞ്ഞത് നല്ല, ഞാൻ ഈയിടെ പുള്ളിയെ കണ്ടിരുന്നു, അപ്പോഴും ഞങ്ങൾ ശരിയാണ് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദൈവത്തിൽ ഈ പിന്നെ ഇതൊരു ക്രിസ്മസിന് ഈ സിനിമ ഇറങ്ങിയത്. അപ്പോൾ ഇത് പുതുമുഖങ്ങളൊക്കെ ആയതുകൊണ്ട് വലുതായിട്ട് ഓടുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മീനയൊക്കെ അന്ന് പുതിയതല്ലേ. അപ്പോൾ ഒരാഴ്ച മുമ്പാണ് റിലീസ് ചെയ്തത്, ഒരു ഡിസംബർ 19 അപ്പം അന്ന് ആകെ ഉള്ളൊരു പരസ്യം, നമ്മൾ ഈ ദൂരദർശനിലൊക്കെ പാട്ടിടും, പാട്ട് വരുമ്പോൾ ഒരു കാർഡ് ഇടും ഫ്രണ്ടിൽ. അതാണ് നമുക്ക് ആകെ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി, പെട്ടെന്ന് ജനം കാണുന്ന ഒരു. വേറെ ചാനലും ഒന്നും ഇല്ലല്ലോ, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അതിന് ഈ കാർഡിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം അന്ന് ഞാൻ ഓർമ്മയുണ്ട്, അന്ന് ക്രിസ്മസ് അല്ലേ, ഉണ്ണീശോ എന്ന് ഞങ്ങൾ പറയത്തില്ലേ, ഉണ്ണി. അപ്പോൾ ഞാൻ ആ ക്യാപ്ഷൻ എഴുതി നല്ല ഓർമ്മയാണ്, ഉണ്ണിയെ വരവേക്കാനായി ഉണ്ണിക്കായി ഒരു ഗാനം എന്ന് പറഞ്ഞാണ് ഈ ഉണ്ണി വാവാവോ
സോങ് ഇടുന്നത് തന്നെ. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ജനം കണ്ടത് കേട്ടത് ആ സമയത്താണല്ലോ ഈ പാട്ട്. ഇപ്പോൾ ആ സമയത്തും ഒത്തിരി കുട്ടികൾ ഇത് പാടി ഉറങ്ങിപ്പോകുമായിരുന്നു. അത് അന്നേ ഭയങ്കര അന്നേ അതുകൊണ്ട് അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇത് ഇങ്ങനെ അതിനെന്തോ പാൻ ഇന്ത്യനായി അത് അതിനെന്തോ ഒരു ഉറക്ക സംഭവം ഉണ്ട്. അതിന് ഉറങ്ങിപ്പോവും അതിൻ്റെ ട്യൂണും ലിറിക്സും എല്ലാം പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഓരോ കാലത്തും ചെയ്തിട്ടുള്ള, ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞു ഞാൻ ചുരുക്കം പടങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വർഷത്തിനിടയ്ക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ആ ചെയ്തതിൽ അധികവും ഹിറ്റുകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ എടുത്തു പറയാനുള്ള സിനിമകളാണ്. നമ്മുടെ സൂപ്പർ താരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഇന്നത് കഴിഞ്ഞാൽ ഇന്ന സിനിമ എന്ന രീതിയിൽ സംഭവിച്ചു പോയതാണോ വെച്ചാൽ നമ്മൾ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു കാൽക്കുലേറ്റ്? ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് മാത്രമായിരിക്കില്ലല്ലോ എപ്പോഴും സിനിമകൾ സംഭവിക്കണത്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്റ്റോറി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിൽ കുറച്ച് ശ്രദ്ധിക്കുകയും സമയം എടുക്കുകയൊക്കെ. ഒരെണ്ണം ഇത് കൊള്ളാമല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അതിനി എങ്ങനെങ്കിലും സിനിമ ആക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അത്ര പെട്ടെന്നൊന്നും സ്റ്റോറി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. ഇഷ്ടപ്പെട്ടാൽ അതിനെ ഒന്ന് അബ്രവാളിയിലാക്കണം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നും. പിന്നെ സ്റ്റോറി നല്ലോണം ആയതിന് ശേഷമേ അതിനകത്ത് ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഒരു ടീമിൻ്റെ സിദ്ദിഖാണേലും പിന്നെ പാച്ചയ്ക്കാണേലും ആദ്യമേ കയറി, അത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. ആദ്യമേ ഒരു ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്തിട്ട് കഥയുണ്ടാക്കിയാൽ അത് കുഴപ്പമാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം അത് അതുപോലെ അവരുടെ അതുപോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സോ പോലെ തന്നെ ഇരിക്കും. നമ്മളൊരു കഥ ഉണ്ടായി ഇതിലായിട്ട് പുള്ളിയെ കൊള്ളാമല്ലോ, അല്ല ഇന്ന ആൾ കൊള്ളാമല്ലോ എന്ന് പറയുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ്. കഥ അതിന് ശേഷമാണ് പുള്ളി എടുത്ത് ആരാണേലും പോയി പറയുന്നത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. ഡേറ്റ് കിട്ടിയിട്ട് ചെയ്യുന്നത് ഇച്ചിരി കുഴപ്പമാണെന്ന് എനിക്കൊരു വിശ്വാസം. അതുപോലെ എനിക്കത് പറയുമ്പോൾ ഹിറ്റ്ലർ സിനിമ അതുപോലെ ആരും ഞാനും കൂടെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതാണ് ഹിറ്റ്ലർ, സിദ്ദിഖ്. അപ്പോൾ ഞങ്ങൾ ഊട്ടിയുടെ അടുത്ത് താമസിക്കുക ഇങ്ങനെ. അപ്പോൾ ഒന്നുമില്ല, ഒരു കഥയും ഇല്ല, ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം എന്നേ ഉള്ളൂ. പാജ് സിദ്ദിഖുണ്ട്, ലാലുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സിദ്ദിഖ് പറയുന്നത് നമുക്കൊരു ചേട്ടൻ, ഒരു 5-6 സിസ്റ്റേഴ്സ്, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നൊരു കിട്ടിപ്പോയി. അപ്പം തന്നെ പെട്ടിയടക്കി വീട്ടിൽ പോയി. അതാണ് ആകെ കിട്ടിയത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പകുതിയിലധികം ആയപ്പോഴാണ് ഇത് മമ്മൂക്കയാണല്ലോ, അങ്ങനെയാണ് മമ്മൂക്കയെ ഫിക്സ് ചെയ്യുന്നത്. അതെ മതം കിട്ടി. അല്ലാതെ ആദ്യമേ മമ്മൂക്കയെ കിട്ടിയിട്ട് ഈ കഥ ഉണ്ടാക്കിയതല്ല. അങ്ങനെയാണ് മൊത്തം. സിദ്ദിഖൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണല്ലേ കുറച്ചുകൂടി ഇവർക്ക് ബ്ലെൻഡ് ചെയ്തൊക്കെ നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടൻ കമ്പാരിറ്റീവ്ലി ഒരു പുതുമുഖമാണ് ആ സമയത്ത്. ഇന്നത്തെ ഒരു അത്രയ്ക്കുള്ളൊരു പ്രഭാവത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. ആ സമയത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എങ്ങനെ? വേറെ ലാലേട്ടൻ മൂവീസ് പിന്നീട് ഇല്ലല്ലോ? അതാണ് ആദ്യത്തേത്. അപ്പോൾ ആ സമയത്തുള്ള ആ ഒരു ഇതെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുണ്ടേ, ഞാൻ അവിടെ പഠിക്കാൻ കണക്ക് അപ്പോഴാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡീഷൻ നടക്കുന്നത്. അപ്പോൾ പാച്ചിയുണ്ട്, സിബി എൻ്റെ ഒരു വർഷം സീനിയർ, 2 വർഷം സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ സിബിയുണ്ട്, സിബി അസിസ്റ്റൻ്റായിട്ടൊക്കെ വരുന്ന ആണല്ലോ. അപ്പോൾ നവോദയയിൽ ഇങ്ങനെ ഇവർ ഓരോരുത്തർ അന്നൊക്കെ വില്ലനെ സെലക്ട് ചെയ്യുന്ന സംഭവം, ഓരോ വില്ലന്മാർ വന്നു പോകും. അങ്ങനെ ഒരു ദിവസം ജോസ് പറഞ്ഞു, എടോ ഇന്നൊരു തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്, ഒരു പയ്യൻ വരുന്നുണ്ട്. അത് എനിക്ക് സാധാരണ ഫാസിലൊക്കെ ജിജോയൊക്കെയാണ് ഇങ്ങനെ ഫാസിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ പല ദിവസവും ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവരുടെ ഒരു ആരെങ്കിലും ജിജോ കാണും, ചിലപ്പോൾ ജോസ് കാണും, അല്ല അവരുടെ ഒരു അമ്മാൻ എന്നൊക്കെ പറഞ്ഞ കാരണം പാച്ചി കാണും. ഇങ്ങനെ അപ്പം ചിലപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്, സിബി കാണും, ഞാൻ കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ കയറിയുമില്ല, അതെനിക്ക് ഇന്നും സങ്കടമായിട്ട് കിടപ്പുണ്ട്. അന്നാണ് ലാലു വരുന്നത്. ലാലു വന്ന് അപ്പോൾ ജോസ് പറഞ്ഞു ഇന്ന്
പുള്ളിയാണ് കേട്ടോ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തോ അന്നെന്തോ കണക്കാണ്ട് കൂടുതലുള്ളതുകൊണ്ട് അന്നോട്ട് കയറാൻ പറ്റില്ല. കയറിയുമില്ല. അത് കഴിഞ്ഞ് കയറി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്നില്ല അകത്തുനിന്ന്. വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോസ് വന്ന് പറഞ്ഞു, എടോ ഇപ്പോൾ നമ്മൾ പോയില്ലേ, പുള്ളിയാണ് പാച്ചിയൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അപ്പോൾ പുള്ളിയാണ്. അപ്പോൾ പുള്ളി ഓൾറെഡി നടുക്കത്തെ ഹാളിൽ വന്ന് കസേരയിൽ ഇരുന്നു. അപ്പം ഞാനൊന്ന് പുതിയ മുമ്പിൽ കൂടെ പുള്ളി ഒന്ന് നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു, വരാൻ പോകുന്ന ആളല്ലേ ഒന്ന് കണ്ടു വെച്ചേക്കാം. അങ്ങനെ അപ്പോൾ അവിടെ മുതലൊക്കെ ആയിട്ട് ഈ പുതുമുഖങ്ങളോട് ഉള്ളൊരു താല്പര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്നായിരിക്കാം വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ പടത്തിൽ പിന്നെ അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ എല്ലാവരും. പിന്നെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളും കൊടൈക്കനാലിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഞങ്ങൾ ജോസിൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ കുറേ സിയക്കാരെല്ലാം കൂടെ കൊടൈക്കനാലിൽ പോയി കുറേ നാൾ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ വെച്ചാണ് ലാലിൻ്റെ പിന്നെ ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നത്. അത് നമ്മൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പം അന്നും പക്ഷേ ഇത് ആ കഥയിലേക്ക് അദ്ദേഹം വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും തന്നെയാണല്ലേ അദ്ദേഹത്തെ, അത് ഓൾവേസ് അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതൊരു പ്രത്യേക ഇൻ്റർവെൽ പോർഷനാന്ന് തോന്നുന്നു പാച്ചി ഇങ്ങനെ കൊടുത്തത് ചെയ്യാൻ. അത് ലാൽ വളരെ എല്ലാവരും ചെയ്യുന്ന വില്ലത്തരത്തിൽ നിന്ന് മാറി വേറൊരു സ്റ്റൈലിൽ അത് ചെയ്തു. അതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. സാധാരണ മറ്റുള്ളവരെല്ലാം വില്ലൻ സ്റ്റൈലിൽ അതിനെ കണ്ടു. ഒരു ഇൻ്റർവെൽ പഞ്ചുണ്ട് അതിനകത്ത്. അത് ലാൽ വേറൊരു രീതിയിലാണത് കൊണ്ടുപോയി ചെയ്തത്. അതാണ് അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതും. ആ ലാൽ ഇന്നും അതേ ഇഷ്ടം പിടിച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 40 കൊല്ലം എന്ന് പറയുമ്പോൾ സിനിമ ഒരുപാട് തരം ഏറ്റക്കുറച്ചിലുകൾ കൂടെ കടന്നുപോയും അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത് കാണുക മാത്രമല്ല, അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ബന്ധങ്ങളുടെ കാര്യത്തിലാവാം, മേക്കിങ്ങിൻ്റെ കാര്യത്തിലാവാം, പ്രൊഡക്ഷൻ സ്റ്റൈല്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പാഷൻ എന്ന ഒരു എലമെൻറ്റും കൂടെ അതിൽ വരുന്നത് ഇപ്പോൾ പലപ്പോഴും അത് ഇത്തിരി കൂടുതൽ ബിസിനസ് ഓറിയൻറ്റഡ് ആയോ എന്ന് തോന്നാറുണ്ട് പുറത്തുനിന്ന് നോക്കണവർക്ക്. അതിനകത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്കിളിനെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ശരി, ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറച്ച് അതിൻ്റെ എന്താ പറയുക, ഒരു ബിസിനസ് ആംഗിളായി. പണ്ടൊക്കെ കുറച്ചുകൂടെ ഒരു സിനിമ ആ ബന്ധങ്ങളുണ്ട് സിനിമയ്ക്കും പാട്ടിനും സ്റ്റോറി. ഇപ്പം തന്നെ നമ്മൾ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ സിനിമയിൽ വരുന്ന പാട്ടുകളുണ്ടോ ഓർത്തിരിക്കുമോ? കുറവാണ്. ഈ പാട്ട് അങ്ങനൊന്നും ഇല്ല ഇപ്പോൾ, അല്ലേ? പാട്ടൊക്കെ വന്നു പോകുന്നു, ഓരോ സിനിമയിലും പാട്ട് വന്നു പോകുന്നു. ഓർത്തിരിക്കാനൊരു സോങ് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പാട്ടുകളൊക്കെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പാട്ടമില്ലേ ആടാലോ, അതിനകത്തെ ഞാൻ ഈയിടെ 2 ദിവസം മുമ്പ് ഒന്ന് ചുമ്മാ ഇത് വന്നപ്പോൾ ഒന്ന് നോക്കി, അത് എത്രത്തോളം 110 മില്യനാണ് അതിൻ്റെ വ്യൂവേഴ്സ്. ഏത് മാണിക്യമലരായി പോയിരുന്നു 110 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പാകിസ്ഥാൻ വരെയും വൈറലായി, അങ്ങനെ അങ്ങ് പോയി. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഒമർ ലുലു എന്ന് പറയുന്ന സംവിധായകൻ, പിന്നെ അദ്ദേഹം ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ ഓൺ ഇതിൽ അദ്ദേഹം വന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാളിലേക്ക് ഒരു കോൺഫിഡൻസ് എടുത്ത് ഈ അഡാർ ലെവൻ്റെ പ്രൊഡ്യൂസർ ആവാം എന്ന് ചിന്തിക്കുന്ന ഒരു പോയിന്റ്, അതിലേക്ക് അട്രാക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കഥ എന്നുള്ളതാണോ, അതോ ഇന്നത്തെ സിനിമയോട് കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോകണം എന്നുള്ള ഒരു തോട്ട്? അതൊരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ഒമറിൻ്റെ ആദ്യ സിനിമ ഹാപ്പി വെഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഉടനെ തന്നെ ഡയറക്ടറെ ഫോൺ വിളിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല. എങ്കിലും പോയി വിളിച്ചിട്ടോ കലക്കിയെന്നു പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ ഓമറിനെന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടെന്ന് കാര്യം എനിക്ക് അത്രയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സെക്കൻഡ് ഹാഫൊക്കെ ഒരു ബസ്സിനകത്ത് ഇട്ടാണ് അത് മുഴുവൻ, സെക്കൻഡ് ഹാഫ് മുഴുവൻ ഒരു ബസ്സാണ്. ആ ബസ്സിനകത്തുനിന്ന് ഒട്ടും ബോറടിക്കാതെ കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര. അപ്പോൾ ആളില്ല, പടത്തിന് ആളില്ല. അപ്പം ഞാൻ ആണ് ഈ ഒമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒമറെ ഇത് പടം ഓടും, ഇതിന് ആ രീതിയിലുള്ള പബ്ലിസിറ്റി ചെയ്യണം. കാര്യം എൻ്റെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ആളില്ല. അപ്പോൾ അങ്ങനെ ഒരു ബൂസ്റ്റ് കൊടുത്തതാണ് ഒമറിന്. അങ്ങനെയാണ് ഒമറിനോടൊരു ഇത് വരാൻ കാര്യം. ഈ ആളില്ലായ്മ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പരീക്ഷിക്കുമ്പോൾ ആളില്ലാതെ വരും. ഇപ്പം നോക്കത്താരോ എനിക്കറിയാം, ഒരു മനുഷ്യൻ തിയേറ്ററിലില്ലായിരുന്നു ആദ്യം. പിന്നെ എൻ്റെ സിനിമകളൊക്കെ അങ്ങനെയാണ്. അത് പരീക്ഷണ പടങ്ങളാണ്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ അത് പിടിച്ചാൽ ഒരു പിടുത്തമായിരിക്കും. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും ഇതിൻ്റെ മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ. അതിനകത്ത് നദിയ മൊയ്തുയുടെ ഒരു ഇത്, പത്മിനിയുടെ വരവ്, പാട്ട്, മോഹൻലാലിൻ്റെ ഭയങ്കര ഹ്യൂമർ, ഇതെല്ലാം കൂടെ അത് കയറിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളില്ല. പക്ഷേ ഒട്ടും ആളില്ലായിരുന്നു.
അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം ഈ പറയുന്ന ഈ പടം സാന്ത്വനം മീനൊക്കെ അതിനും ആളില്ലായിരുന്നു. അത് പിന്നെ ഇനി ഞാൻ കോട്ടയത്ത് ഈ സെഞ്ചുറി ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ രായ്ച്ചായനും കൊച്ചുവിനൊക്കെ ഞാൻ കോട്ടയത്തിലും സിനിമയോട് ഒരു മനുഷ്യനില്ല. മീനെ കാണുമ്പോൾ ഒക്കെ കൂവലായിരുന്നു, തൊട്ടാ കൂവല്. പക്ഷെ അത് ശീലമായതുകൊണ്ട് അങ്ങനെ വേദനയൊന്നും വന്നില്ല, എന്നാലും ആളിൽ കയറുമെന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ വൈഫിൻ്റെ പേര് മിനി എന്നാണ്. ഞങ്ങൾ സങ്കടപ്പെട്ട് ഓടി ഇവിടെ ഫസ്റ്റ് ഷോയ്ക്ക് ഷേണൈസ് വന്നു. ഷേണൈസ് വരുമ്പോൾ 1-1.5 കാറുണ്ട്. തപ്പിപ്പിടിച്ച് മേളിൽ കയറി ഇങ്ങനെ ഞാൻ ഡോറിൽ നോക്കിയപ്പോൾ അതൊരു 10 പേര് കൂടുതലില്ല. അവിടെ ഞങ്ങൾ കണ്ടിട്ട് ഒന്ന് ഇരുന്ന് പോയി. ഇവിടെ ആ സോഫയിൽ, അന്ന് സോഫയാണ്. അപ്പോൾ ഇപ്പോഴും ഓർക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ്, എന്നെ അറിയാം സാർ, സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, സാറേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സിനിമയൊന്നും, നല്ല സിനിമയാണ്, നല്ല സിനിമയൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഇതാണ് ആദ്യം ഞാൻ കേൾക്കുന്നത്, ഫസ്റ്റ് ഇട കേൾക്കുന്നത്. നല്ല സിനിമയാണ്, പക്ഷേ ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല. മനുഷ്യർക്ക് അങ്ങോട്ട് പുതുമകളൊക്കെ ഇട്ട് വരാൻ, പിടിച്ചു വരാൻ താമസിക്കും. അതാണ് ആദ്യം കേട്ടത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ പാട്ടാണ് വേടേന്ന് കയറി അങ്ങ് പിടിച്ചു. ഉണ്ണിവാവോ കയറി അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സൺഡേ തൃശ്ശൂർ രാഗം, വലിയ തിയേറ്ററാണ്, തൃശ്ശൂർ രാഗത്തിൽ ഞാനും വൈഫും കൂടെ പോകുമ്പോൾ മാറ്റിനിക്ക് കണ്ടത് സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞ് തുളുമ്പിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അമ്പലം ആണല്ലോ, അവിടോട്ട് പെണ്ണുങ്ങളുടെ ക്യൂ, സ്ത്രീകളുടെ ക്യൂ. 3-ാമത്തെ ആഴ്ച. അത് ഈ പാട്ടാ. അതും പടവും നല്ലതായിരുന്നു. പടവും മീനയുടെ ഇതും പടം നല്ലതാണ്. അത് ഓഫ് കോഴ്സ് സ്റ്റോറി ശക്തിയൊക്കെ വേണം, അതും ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയാം. അന്നാണെന്ന് തോന്നുന്നു ആ സ്ത്രീകൾക്ക് മാത്രം പിന്നെ ടിക്കറ്റ് കൊടുത്ത് കയറ്റി, ബാക്കി ആണുങ്ങൾക്കൊക്കെ ഇല്ല. അതും കണ്ടു ഞാൻ. അപ്പം അങ്ങനെ ആളില്ലായ്മ. റാംജിറാവിന് ആളില്ല. അയ്യോ, റാംജിറാവ് ശരിക്കൊരു ധൈര്യം പറഞ്ഞ ശ്രദ്ധിക്കില്ല. അപ്പം അതിനാളില്ലായിരുന്നു. അത് ഞങ്ങൾ പറയും, ഈ ഷേണൈസിൽ ആയിരുന്ന പടം. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമല്ലോ, ഈ അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. ആളില്ല, കാണാൻ വേണ്ടി സിദ്ദിഖിൻ്റെ ആല് നമ്മൾക്ക് നിൽക്കുകയാണ്. അങ്ങോട്ട് മനുഷ്യൻ വരുന്നില്ല. ആൾ 2-3 പേരൊക്കെ അങ്ങോട്ട് കയറി പോകുന്ന കാണാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5-6 സായിപ്പന്മാർ, സായിപ്പും മാതാമ്മമാരും അതിനകത്തോട്ട് കയറി. അപ്പോൾ ഒരു സമാധാനം, അയ്യോ അത്രയും പേരെങ്കിലും ആയല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതുപോലെ ഇറങ്ങിപ്പോയി. അത് അവർ വിചാരിച്ചു റാംജിറാവ് സ്പീക്കിംഗ് ഏതാണ്ട് ഇംഗ്ലീഷ് സിനിമയാണെന്ന്. ഇതായിരുന്നു ആദ്യത്തെ അനുഭവം. ആളില്ല. പിന്നെ അതങ്ങോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിടിച്ചാൽ കേട്ടത് 300-400 ദിവസം കഴിഞ്ഞിട്ടല്ലേ നിന്നത്. അതെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അന്നൊക്കെ ഈ സിനിമകൾക്ക് കുറച്ച് ദിവസം ആളില്ലെങ്കിൽ നിന്ന് അതൊന്ന് കയറി പിടിക്കാനൊരു സമയം കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിനുള്ള സാധ്യതകൾ കുറേ. ഞാൻ വെൽ സ്റ്റഡീഡ് ആ കാര്യം. ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കൊച്ചുപടം വേറൊരാൾ എടുത്തൊരു പടം എടുത്തു. 2 പെണ്ണുങ്ങൾ മാത്രമാണ്, സ്ത്രീകൾ മാത്രമാണ്. എൻ്റെ വേറെ ഒന്നുമില്ല. പുതിയ പാട്ട്, പുതിയ മ്യൂസിക് ഡയറക്ടർ, പുതിയ ക്യാമറ, അങ്ങനെ കുറച്ച് കൂടുതൽ കാണിച്ചു പോയി. എല്ലാം പുതുമുഖം കൊണ്ട് അത് വലുതായിട്ട് ഓടിയൊന്നുമില്ല. മിസ്സിംഗ് ഗേൾ വേറൊരു ഗ്രൂപ്പിൻ്റെ പടം ഞാനിവിടെ ഇൻവോൾവ് ആയി അങ്ങനെ വന്നതാണ്. പക്ഷെ അതിനകത്ത് കുറേ ചേഞ്ചസുകളൊക്കെ കൊണ്ടുവന്നു. ഞാനിവിടെ അങ്ങ് ഇൻവോൾവ് ആയി. കാര്യം നല്ല ചേഞ്ച് വന്നു. പടം നല്ല പടവുമാണ്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ പണം ജെറിയ മൽദേവരണ്ട പറഞ്ഞു. അതായത് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അന്ന് ഇറങ്ങുമ്പോൾ തിയേറ്ററിലൊന്നും ആളില്ല. കാര്യം എല്ലാം പുതുമകളാണ്. ഫാസിൽ, മോഹൻലാൽ, സിബി അങ്ങനെ പോകുന്നു. അത് ഈ നവോദയ അപ്പച്ചൻ, അവരുടെ പുള്ളി ഇതിനെ കുറേ എന്താ പറയുക, കുറേ നാളത്തേക്ക്, കുറേ ദിവസങ്ങളിലേക്ക്, എനിക്ക് 2-3 ആഴ്ച എങ്ങാണ്ട് തിയേറ്ററിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. തിയേറ്ററുകാർക്ക് കാശ് കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനെ പിടിച്ചു നിർത്തി. അത്രയും ആഴ്ച പിടിച്ചു നിന്നാൽ മാത്രമേ ഇങ്ങനൊരു പടത്തിനൊരു ടോക്കുണ്ടായി, മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായി കിടത്തുള്ളൂ. അത് അന്ന് അവരങ്ങനെ അത് ചെയ്തു. ഇതൊക്കെ എനിക്കുണ്ട് മനസ്സിൽ. പക്ഷേ ഇന്ന് അത് ചെയ്യാനേ പറ്റത്തില്ല. ഇന്ന് 10-100 തിയേറ്ററുകൾ, അന്ന് 8-10 തിയേറ്റർ, അത് നിർത്തിക്കൊണ്ട് പോകാം. അവിടെ ഓടുന്ന പടം കൊള്ളാമല്ലോ
എന്ന് പറയുന്ന പിന്നെ എ ക്ലാസ് ബി ക്ലാസ് ആ ഡിഫറൻസ് ഒക്കെ പോയി. ഇവിടെ ഇപ്പം നമ്മൾ തന്നെ വേറെ 3-4 പടവും കാണും. ആ വെള്ളി കഴിഞ്ഞ് ആളില്ലേ, ശനി ഇല്ലെങ്കിൽ അടുത്ത ദിവസം എടുത്തിട്ട് ദൂരെ എറിഞ്ഞു കഴിഞ്ഞു. അതൊന്ന് 2 ആഴ്ച 3 ആഴ്ച നിന്നാൽ കയറിയേനെ, പടങ്ങൾ ഈ മിസ്സിംഗ് ഗേളും കയറിയേനെ. പക്ഷെ കാലം മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഞാൻ ഇനി ഒരു പുതുമുഖങ്ങളെ വെച്ച് പടം എടുക്കണമെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഒന്ന് ചിന്തിക്കും. ചിലപ്പോൾ അത് കൂടുതലും കാരണം ആ കാലം മാറിപ്പോയി. തിയേറ്ററിലൊക്കെ പിടിച്ച് നിർത്തിത്തരാൻ നമുക്ക് പറ്റത്തില്ല. നിർത്തിത്തരണം, നല്ല മാസത്തോട് വരത്തുള്ളൂ.